ജിജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വ്ലോഗിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് വെസ്റ്റേൺ സൈഡിലെ ഡിഷായ ഗട്ടേക്ക് സബ്ജിയാണ്. ഗട്ട എന്ന് വെച്ചാൽ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ റോള് പോലത്തെ ആണ് ഗട്ട എന്ന് പറയുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ പൊട്ടറ്റോ കറിയോ വെജിറ്റബിൾ കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ കറി വളരെ നല്ല കോമ്പിനേഷൻ ആണ്. രാജസ്ഥാനിൽ ഇത് വളരെ ഫേമസ് ആണ്. ഈ വ്യത്യസ്തമായിട്ടുള്ള കറി നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെ ഉണ്ടാക്കി നോക്കുക. ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് സബ്ജിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടലമാവ് 1.5 കപ്പ് വേണം. ഗട്ട ഉണ്ടാക്കാൻ വേണ്ട മസാലകൾ അല്പം ഉപ്പെടുത്തിട്ടുണ്ട്. മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, അതുപോലെ തന്നെ മുളക് പൊടിയും 1/2 സ്പൂൺ, പിന്നെ പെരിഞ്ജീരകം, അജ്വൈൻ. ഇതൊരു ഗട്ടയ്ക്കൊരു നല്ല ഫ്ലേവർ കൊടുക്കാനായിട്ടാണ് ഇത് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ജീരകം വേണം, കായപ്പൊടിയും വേണം. ഇത്രയും ചേരുവകളും തൈരും കൂടെ ചേർത്തിട്ടാണ് ഗട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ടാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ടൊമാറ്റോ, പുളിയില്ലാത്ത ടൊമാറ്റോ ആണെങ്കിൽ മാത്രം ടൊമാറ്റോ എടുക്കുക, ഇല്ലെങ്കിൽ ടൊമാറ്റോ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 2 സ്പൂൺ, പെരിഞ്ജീരകം അജ്വൈൻ ഒരു 1/2 സ്പൂൺ, മല്ലിയില കുറച്ചരിഞ്ഞത്. ഈ നാരങ്ങ ഇവിടെ വെച്ചിരിക്കുന്നത് ഗട്ട ഉണ്ടാക്കാനായിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ചേർക്കണം, അതിന് വേണ്ടിയിട്ടാണ്. തൈര് നമുക്ക് 1 കപ്പ് വേണം. പിന്നെ മസാലകൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 2 സ്പൂണ്, വെജിറ്റബിൾ മസാല 1.5 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കസൂരി മേത്തി അല്പം എടുത്തിട്ടുണ്ട്, അതുപോലെ ഗരം മസാലയും വേണം. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഗ്രേവി ഉണ്ടാക്കാൻ എണ്ണ, ഉപ്പ്, ഗട്ട വേവിക്കാനായിട്ട് വെള്ളം. 3 കപ്പ് വെള്ളം ഇവിടെ ഒരു പാത്രത്തിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഗട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കുന്ന സമയം കൊണ്ട് ഈ വെള്ളം റെഡിയാകും. അതിനുശേഷം നമുക്ക് ഗട്ട ഈ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. സ്പൈസസ് എല്ലാം കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വിസ്കോ, സ്പൂണോ കൈയോ ഉപയോഗിച്ച് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുളിയില്ലാത്ത തൈര് ഒരു 4 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. 1 സ്പൂൺ നാരങ്ങാ നീര് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൈ വെച്ചിട്ടാണെങ്കിലും ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. 1.5 കപ്പ് കടലമാവിന് 4 സ്പൂൺ തൈര് മതിയാകും. അഥവാ വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടെ മാവ് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നല്ലൊരു സോഫ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കുക. അല്പം എണ്ണ ചേർത്തിട്ട് മാവ് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈയും പാത്രമൊക്കെ വൃത്തികേടാകും, അത് കുഴപ്പമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. മാവ് റെഡിയായി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം കൈ നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞ് നമുക്ക് ഗട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അല്പം എണ്ണ 2 കൈയിലേക്കും തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരല്പം മാവ് എടുക്കുക, ഒരു ചെറിയ ബോൾ ഉണ്ടാക്കുക. അതിനുശേഷം 2 കൈയുടെ ഇടയിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു റോൾ ഉണ്ടാക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഒന്ന് ഞെക്കി കൊടുക്കുക. ഈ ഒരു ഷേപ്പിനെയാണ് ഗട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചും ഇതുപോലെ ഗട്ട ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗട്ടയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഗട്ടയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കുക. പാത്രം അടുപ്പത്ത് വെച്ചു 3 സ്പൂൺ എണ്ണ ചേർത്തു. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അജ്വൈനും പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. സവാള, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവിക്കാം.
മൂടി ഒന്ന് തുറന്ന് നോക്കാം. സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. പുളിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോ ഒഴിവാക്കുക. അതുമാതിരി തൈര്, പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞു. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെജിറ്റബിൾ മസാല എന്നിവ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറി അതിനുശേഷം ഞാൻ മല്ലിയില നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൈ എടുക്കാതെ സ്പൂൺ വെച്ച് ഒരു 2 മിനിറ്റ് ഇത് ഇളക്കണം. ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. എന്നാലേ ഗ്രേവിക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. മസാലയിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേകാൻ വെച്ച ഗട്ടെ റെഡിയായോ എന്ന് നോക്കാം. ഗട്ടെ റെഡിയായിട്ടുണ്ട്. ഗട്ടയുടെ മുകളിലെല്ലാം ചെറിയ ബബിൾസ് പോലെ കാണാം, അതായത് പൊങ്ങി വന്നിരിക്കുന്ന പോലെ കാണാം. അതിനർത്ഥം അത് വെന്തു എന്നാണ്. വേണമെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് മുറിച്ച് നോക്കാം ഉള്ളു വെന്തോ എന്നുള്ളത്. ഗട്ടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു നൈഫ് വെച്ച് മുറിച്ചു. വളരെ സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു സ്പൂണ് വെച്ച് മുറിച്ചാലും അത് മുറിഞ്ഞു വരും. ഇനി നമുക്കത് മസാലയിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം ഈ ഗട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്പൂൺ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് മുറിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ഗട്ട നന്നായിട്ട് വെന്തിട്ടില്ലെന്നാണ്. ഗട്ടയുടെ മുകളിൽ ബബിൾസ് പോലെ കണ്ടാൽ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വെള്ളത്തിൽ നിന്ന് മാറ്റി എടുക്കാൻ പാടുള്ളൂ. ഗട്ട വേവിച്ച വെള്ളം അല്പാൽപമായിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. കടലമാവ് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതായിരിക്കും. അത് കാരണം ഗ്രേവി ഒത്തിരി കട്ടിയായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എന്തായാലും നമ്മൾ ഗട്ടെ വേവിച്ച വെള്ളം മുഴുവനായിട്ട് ആ 3 കപ്പ് വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് ഗട്ട വേവിച്ച വെള്ളം ചേർത്ത് കഴിഞ്ഞു. ഇനി കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഗരം മസാല പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഗ്രേവി ഒന്നുകൂടെ കട്ടിയാകും. അതുപോലെ തന്നെ ഗട്ടയിലേക്ക് മസാല നന്നായിട്ട് പിടിച്ച് വേകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിള വന്നു. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പൊന്ന് തുറന്നു നോക്കുക. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗ്രേവി റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഗട്ടേക്ക് സബ്ജി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. നിങ്ങൾക്ക് കാണാമല്ലോ ആവി പറക്കുന്നത്. ഇനി നമുക്ക് കസൂരി മേത്തി ചേർത്ത് ഗാർണിഷ് ചെയ്യാം. വേണമെങ്കിൽ അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ കഴിക്കാം. പക്ഷെ ചപ്പാത്തിയുടെ കൂടെ ആയിരിക്കും കൂടുതൽ നല്ലത്. ഗട്ടേക്ക് സബ്ജി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അയക്കുക. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ജിജീസ് വീലോഗ്. ഇനി അടുത്ത വീലോഗിലൂടെ കാണുന്നവരേക്കും